ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകള് 3 ഷിഫ്റ്റിലായിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞാലോ? ഏതൊക്കെയാണ് ആ ഷിഫ്റ്റ് എന്നല്ലേ? ഒന്നാമത്തെ ഷിഫ്റ്റ് നമ്മൾ രാവിലെ ഉറക്കൊടിക്കുന്നു, അടുക്കളയിൽ കയറുന്നു, പാചകം ചെയ്യുന്നു, ഭർത്താവിനുള്ളത് പാക്ക് ചെയ്യുന്നു, കൊച്ചിനുള്ളത് പാക്ക് ചെയ്യുന്നു, കൊച്ചിനെ പറഞ്ഞ് സ്കൂളിൽ വിടുന്നു. ഇതിന്റെ കൂടെ നമ്മൾ പാത്രങ്ങൾ കഴുകുന്നു, കുറച്ച് പാത്രങ്ങൾ കഴുകാനുള്ള സിങ്കിലേക്ക് എടുത്ത് മറിക്കുന്നു, ഓടിപ്പോയി കുളിക്കുന്നു, നനയ്ക്കുന്നു, പെട്ടെന്ന് ജോലിക്ക് പോകാനായിട്ട് റെഡിയാവുന്നു. ഷിഫ്റ്റ് നമ്പർ 2 ജോലിക്ക് പോകുന്നു. റീറ്റെയില്, ബാങ്കില്, ഹോസ്പിറ്റലില് ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത നാട്ടുകാരെ വായിരിക്കുന്ന മൊത്തം തെറിയും കേൾക്കണം. ഈ കോർപ്പറേറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ മാനേജർ നാറിയുടെ വായിരിക്കുന്നത് അത്രയും കേൾക്കണം. ഷിഫ്റ്റ് നമ്പർ 2 ഈസ് ഫീൽഡ് വിത്ത് ലോട്ട്സ് ഓഫ് ഇമോഷൻ, തെറി ആൻഡ് ആക്ഷേപം. ഇതെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മൾ ഷിഫ്റ്റ് നമ്പർ 2 കംപ്ലീറ്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വരുന്നു. There starts shift number 3. ഷിഫ്റ്റ് നമ്പർ 3 എന്ന് പറയുന്നത് ഷിഫ്റ്റ് നമ്പർ 1ന്റെ കണ്ടിന്യൂവേഷൻ ആണ്. രാവിലെ കഴുകാനിട്ട സിങ്കിലെ പാത്രങ്ങൾ നമ്മളെ നോക്കി ചിരിക്കും, കഴുകിയിട്ട് വെച്ച തുണിയുടെ ബക്കറ്റ് നമ്മളെ നോക്കി ചിരിക്കും, കൊച്ച വിശന്ന് കണ്ണു കീറി നമ്മളെ നോക്കി കരയും. ഡ്രസ്സ് പോലെ മാറ്റാതെ രാവിലെ ഇട്ടിട്ട് പോയ പണികളെല്ലാം ഇങ്ങനെ പറന്നു വന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ഷിഫ്റ്റ് നമ്പർ 3ൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ചായ ആൻഡ് കടി. ചായ ആൻഡ് കടി പോലെ തന്നെ വേറൊരെണ്ണം ഉണ്ട്, ചപ്പാത്തി ആൻഡ് കറി. 3 ഷിഫ്റ്റും പണിയെടുക്കുന്ന നമ്മൾക്ക് ചില ദിവസങ്ങളിൽ ഫുഡ് ഉണ്ടാക്കാൻ തോന്നൂല, അല്ലെങ്കിൽ പണികളൊന്നും എടുക്കാൻ തോന്നൂല. അപ്പൊ നമ്മളൊരു ബ്രേക്ക് എടുത്ത് കഴിയുമ്പോഴത്തേക്കും കറക്റ്റ് അന്ന് തന്നെ നമുക്കൊരു ചോദ്യം വരും, അയ്യോ എന്ത് പറ്റി, ചോറും കറിയൊന്നും വെച്ചില്ലേ, അയ്യോ വീടൊക്കെ കിടക്കുന്ന കോലെന്ന് വലിച്ചു വാരി ഇട്ടേക്കുന്നു. ഞാൻ ഈ 3 ഷിഫ്റ്റും എല്ലാ ദിവസവും എഴുതി ചെയ്യാന്ന് എങ്ങും ഒപ്പിട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ആർക്കെങ്കിലും നിർബന്ധം ഉണ്ടെങ്കിൽ അവര് വന്ന് ഈ പണിയൊക്കെ എടുക്കണം. ഡോണ്ട് ആസ്ക് ദിസ് വൃത്തികെട്ട ചോദ്യം ടു മീ. അല്ലെങ്കിൽ ഈ പണിക്ക് പോകുന്ന പെണ്ണുങ്ങൾ താരെടുത്ത് പോയി ചോദിക്കരുത്. ചിലപ്പോ എനിക്ക് 3 ഷിഫ്റ്റും ചെയ്യാൻ തോന്നിയെന്ന് വരത്തില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് പണിക്കേ പോകാൻ തോന്നിയെന്ന് വരത്തില്ല. ഇതൊക്കെ എന്റെ മനസ്സാണ്. നല്ല പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എന്റെ അടുത്ത് ആരും ചോദിക്കാൻ വരണ്ട. എനിക്ക് സൗകര്യമില്ലായിരുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത്. ഇനി കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സില്ലായിരുന്നു. ചിലർക്കൊക്കെ രാവിലെ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഒരൊറ്റ ഷിഫ്റ്റല്ലേ ഉള്ളൂ, രാവിലെ എണീറ്റ് പണിക്ക് പോകാവൻ. അവർക്ക് മാത്രം ഒരു ഷിഫ്റ്റ്, നമുക്ക് മാത്രം 3, 4, 5 ഷിഫ്റ്റ്. കൂടുതൽ എക്സ്പ്ലനേഷനും അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് കാലുവേദനയുണ്ട്, മുട്ടുവേദന ആയതുകൊണ്ട്, അല്ലെങ്കിൽ എനിക്കത് വയ്യായിരുന്നു, ബാക്ക് വേദന, ഇതൊന്നും പറയാൻ നിൽക്കണ്ട. സിമ്പിൾ ആയിട്ട് പറയാം, എനിക്ക് സൗകര്യമില്ലായിരുന്നു. സോ ഇനി മേലെ മാതിരിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചോണ്ട്